ഹലോ കൊച്ചി, ഹലോ കേരള. എന്തുകൊണ്ടാണ് കൊച്ചിനെ ഇത്ര മെൻഷൻ ചെയ്യാൻ കാരണം? ഞാനിപ്പോൾ കൊച്ചിയിലുണ്ട്, അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ചെറിയൊരു അവയർനെസ് ആണ്. ഓക്കെ, വടക്കൻ കേരളത്തിൽ നിന്നാണ് ഞാനിവിടെ വരുന്നത്. ഇവിടെ വന്നത് കൊണ്ട് തന്നെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് കണ്ട ഒരു കാര്യമാണ്, ഇത് വളരെ ഡെവലപ്ഡ് ആയിക്കൊണ്ടേയിരിക്കുന്ന ഒരു നഗരമാണ്. പക്ഷെ അതുപോലെ തന്നെ നശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് ഇവിടെയുള്ളത് ഒരു നശിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹം. ഭാവി ഇല്ലാത്തൊരു സമൂഹത്തിനാണ്, ആരോഗ്യം നഷ്ടപ്പെടുന്ന ഒരു സമൂഹത്തിനാണ് ഞാനിവിടെ കണ്ടത്. കൊച്ചു പിള്ളേർ 18 വയസ്സ് തികയാത്ത പിള്ളേർ, ഡ്രഗ്സ്. ഓക്കെ, ഇത് കൊച്ചിയിൽ ഉണ്ടെന്ന് എല്ലാ മലയാളികൾക്കും അറിയാം. ഓക്കെ, പോലീസുകാർക്കും അറിയാം. പക്ഷെ ഞാൻ അതിലേക്ക് എത്തുന്നില്ല. ഞാൻ ചെറിയ കാര്യങ്ങളിലേക്ക് എത്താം. ഗവൺമെൻറ് കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ലീഗലായിട്ട് സിഗരറ്റ് വിൽക്കാം, ലീഗലായിട്ട് മദ്യവിക്കാം എന്നല്ല, ലീഗലായിട്ട് മദ്യം വാങ്ങാം, ബീവറേജ് ത്രൂ. ഓക്കെ, ഈ സാമാനങ്ങൾ കൊടുക്കുന്നുണ്ട്. ഈ സിഗരറ്റ് കൊച്ചിയിൽ എല്ലാ നഗരങ്ങളിലും, എല്ലാ കോർണറിലും, എല്ലാ ഭാഗത്തും ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു സംഭവമാണ്. കുട്ടികൾ അല്ലെങ്കിൽ യൗവനം തിളമ്പി നിൽക്കുന്ന പൊതുസമൂഹം വലിച്ചു കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഞാൻ എല്ലാ കോർണറിലും കാണും. എല്ലാ ദിവസവും എല്ലാ കടകളിലും, ചെറിയ ചെറിയ പലചരക്ക് കടകളിലും എവിടെയൊക്കെ ആൾക്കാരുണ്ട് ഇത് വലിച്ചുകൊണ്ട്. സിഗരറ്റാണ് വലിക്കുന്നത്. ഓക്കെ, ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു സാധനമാണ്. ഓക്കെ, പക്ഷെ ഞാൻ കാണുന്നതിലധികവും ചെറുപ്പക്കാരാണ്. 18 വയസ്സ് ആവാത്ത ചെറുപ്പക്കാരികളുമുണ്ട്. ഓക്കെ, വാടവ വാടവ ചെറുപ്പക്കാർ. മക്കളെ, ഇത് നല്ലതല്ല. ഓക്കെ, പോലീസുകാർ ഇത് കാണുന്നില്ലേ? ഈ ബീവറേജിലൊക്കെ 23 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സാധനം കൊടുക്കാറില്ല, മദ്യം കൊടുക്കാറില്ല. റൂൾസ് ഉണ്ട്. എന്തുകൊണ്ട് സിഗരറ്റിൽ അങ്ങനെ ഒരു നിയമം വരുന്നില്ല? ഇതിന് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് വരുത്തുന്ന ഒരു സാധനത്തിന് ഇങ്ങനൊരു നിയമം നിങ്ങൾ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല ഗവൺമെൻറ്? ഓക്കെ, അത് ചോദിക്കണം. ഈ പ്രായം ചോദിച്ചിട്ട് മതി ഇങ്ങനെ സാധനം കൊടുക്കുന്നത്. ഈ ചെറിയ പ്രായത്തിൽ ഇവരിങ്ങനെ പുകച്ച് കയറ്റുന്നത് ഭാവി കണ്ടിട്ടാണോ? എന്ത് ഭാവി ഇവർക്കുള്ളത്? നിങ്ങളുടെ ലൈഫ് പോകും മക്കളെ. നിങ്ങളുടെ ജീവിതം ഒരു 10 കൊല്ലം 15 കൊല്ലം കഴിയുമ്പോൾ തീർന്നു പോകും. നിങ്ങൾ എന്താ ശ്രദ്ധിക്കാത്തത്? ഇത്രയും നല്ലൊരു നഗരത്തിൽ നിങ്ങൾ വന്നിട്ട് നിങ്ങൾ എന്താ ഈ നശിക്കുന്നത്? ഞാൻ വന്നത് ഒരു പുതുമയിലേക്കാണ്. ഇത് ശീലം ഇല്ലാത്തൊരു കുട്ടിക്കാലവും യവനവും സുഹൃത്ത് ബന്ധങ്ങളായിപ്പോയി. അതുകൊണ്ടാണ് ഇവിടെ വന്നപ്പോൾ ഇതൊരു പുതുമയുള്ളതായിട്ട് കാണുന്നത്. പക്ഷേ എവിടെ നോക്കിയാലും പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. പക്ഷെ അതിലൊന്നും അല്ല എൻ്റെ ചിന്ത പോകുന്നത്. എൻ്റെ ചിന്ത പോയത് ഇതിലേക്കാണ്. ഈ കുട്ടികൾ എന്തുകൊണ്ട് ഇത്രമാത്രം വലിക്ക് അഡിക്റ്റ് ആവുന്നത്? നല്ലതല്ല. ഇതൊരു സമൂഹം നശിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹമാണ്. എല്ലാ കോർണറിലും സഹിക്കാൻ പറ്റില്ല. നിങ്ങൾ അനുഭവിക്കേണ്ടി വരും മക്കളെ. ഞാൻ പറഞ്ഞു ഈ പോലീസുകാരോട്, എല്ലാ കോർണറിലും 18 വയസ്സിന് തികയാത്ത പിള്ളേരെ കണ്ടങ്ങ് പൊക്കണം. അത് പിള്ളേർക്ക് കൊടുക്കുന്ന കടക്കാരെ പൊക്കണം. ഒരാളെയും വെറുതെ വിടാൻ പാടില്ല. അതിന് വേണ്ട ആക്ഷൻ എന്തായാലും ചെയ്യണം. ഒരു സാധാരണക്കാരൻ എന്ന നിലയ്ക്ക് എനിക്ക് ഇതൊക്കെ പറയണം. സഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ പറയുന്നത്. നിങ്ങൾ നിങ്ങളെ ആരോഗ്യം ശ്രദ്ധിക്കണം. ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കണം. വേറെ എന്തൊക്കെ പരിപാടി ഉണ്ട് മക്കളെ ഈ കൊച്ചിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ? നിങ്ങൾ അതൊക്കെ ചെയ്യും. അവോയ്ഡ് ഡ്രഗ്സ്. അല്ലാതൊന്നും പറയണ്ട, സംഭവങ്ങളുണ്ട്. വിഷമം കൊണ്ട് തന്നെ പറയുന്നു. അതുപോലെ തന്നെ പ്രതിഷേധമാണ്. നല്ലൊരു സമൂഹത്തിനെ കണ്ടു വളരണമെന്നുണ്ട്. പക്ഷെ ഞാൻ ഓരോ ഏരിയയിൽ പോകുമ്പോഴും അവിടെ ഈ പിള്ളമാരെ കൊണ്ട് തോറ്റ്. ഇവന്മാരൊക്കെ ഇതന്നെ പരിപാടി. എപ്പോൾ നോക്കിയാലും വലി. ആരാ പറയുന്നത് വെച്ചാൽ നമ്മുടെ ഏജിലുള്ള ആൾക്കാരും കുറച്ച് മുതിർന്ന ആൾക്കാരായി പറഞ്ഞത്. അമ്മാവൻ ടോക്സ്. ഓക്കെ, അവരൊരു സമൂഹത്തിന് നശിച്ച രീതിയിൽ തന്നെ കാണുന്നത്. ഇവന്മാരൊക്കെ ഇങ്ങനെയാണ്. എന്തിനാ ഇങ്ങനെ? അങ്ങനെയല്ല. അങ്ങനെ ഒരു സമൂഹത്തിന് നമുക്ക് വേണ്ട. നമ്മളിത് നല്ലൊരു പാതയിലേക്ക് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കുറച്ച് ആൾക്കാരാണ്. ഞാൻ അങ്ങനെ കുറേ സ്വപ്നം കണ്ടിട്ടാണ് ഈ നാട്ടിലേക്ക് വന്നത്. സൗഹൃദങ്ങളും ഉണ്ടാവുന്നുണ്ട് നല്ല രീതിയിൽ. പക്ഷേ അതേ സമയത്ത് ഒരു സമൂഹം തന്നെ നശിക്കുന്നത് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല.